നമസ്കാരം, അനുഗ്രഹാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7 തരം ചീരയാണ് നടാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് കാണിക്കാം. മയിൽപീലി ചീര, ചുവപ്പ് ചീര, സുന്ദരി ചീര, വ്ളാത്താങ്കര ചീര, പച്ച ചീര, പാൽ ചീര, തണ്ടുചീര. ഇനി നമുക്ക് വിത്ത് പാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഫാം മീൽ കൂടെ ചേർത്ത് കൊടുക്കാം. മണ്ണിന്റെ പുളിരസം മാറാൻ മാത്രമല്ല, ഇലപ്പുള്ളി രോഗം വരാതിരിക്കാനും കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്. ഇതാണ് ഫാം മീൽ. ഇതിലെ കണ്ടൻസ് ബോൺ മീൽ, ലെതർ മീൽ, നീം കേക്ക് ആൻഡ് ബയോ കമ്പോസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ചാണകപ്പൊടിയും പിന്നെ ഗോമൂത്രം നേർപ്പിച്ചൊഴിക്കുന്നതും ചീരയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇനി ഞാൻ ഇത് 7 പോർഷനായി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഓരോ ചീരയും തിരിച്ചറിയാനായി അതിന്റെ പേര് എഴുതിയ ഒരു സ്റ്റിക്ക് കൂടെ വയ്ക്കുന്നുണ്ട്. പാൽ ചീര, ചുവപ്പ് ചീര, സുന്ദരി ചീര, വ്ളാത്താങ്കര ചീര, മയിൽപീലി ചീര, തണ്ടുചീര. പച്ച ചീര, ഇനി നമുക്ക് ഓരോ ചീര വിത്തായി പാകാം. ചീരവിത്ത് പാകുമ്പോൾ മണലിൽ മിക്സ് ചെയ്ത് പാകിയാൽ അത് നന്നായി സ്പ്രെഡ് ആവും. ഇതിപ്പോ കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വിത്ത് പാകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മണലൊന്നും മിക്സ് ചെയ്തില്ല. അഥവാ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഉറുമ്പെടുത്ത് കൊണ്ട് പോകാതിരിക്കാൻ റവയോ അരിപ്പൊടിയോ ഇതിന്റെ ചുറ്റും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉറുമ്പ് അത് കൊണ്ടുപോയിക്കോളും. നമ്മൾ ചീരവിത്ത് എടുക്കത്തില്ല. അങ്ങനെ നമ്മൾ 7 തരം ചീരയും പാകി കഴിഞ്ഞു. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ചകിരിച്ചോറ് കൂടെ ഇട്ട് കൊടുക്കാം. ഈർപ്പം നിലനിർത്തുന്നതിനാണിത്. ഇനി ചെറുതായി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തളിക്കുകയോ ചെയ്യാം. ചീരവിത്ത് പാകിയ ശേഷം വെള്ളം ഒരിക്കലും കുത്തി ഒഴിക്കരുത്.
ഇതുപോലെ ചെറുതായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ 7 തരം ചീര നമ്മൾ നേരത്തെ തന്നെ ചെടിച്ചട്ടിയിൽ പാകിയിട്ടുണ്ടായിരുന്നു. അത് മുളച്ചതാണിത്. ഇത് പച്ചച്ചീര. ഇത് വ്ളാത്താങ്കര ചീര. ഈ ചീരയ്ക്ക് നല്ല ചുവപ്പ് നിറമാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ പട്ടുചീര എന്നും പറയും. ഇത് സുന്ദരി ചീര. പേര് പോലെ തന്നെ ഇവരെ കാണാനും നല്ല സുന്ദരികളാണ്. ഈ ചീരയുടെ തണ്ടിന് നല്ല പിങ്ക് നിറമാണ്. ഇത് മയിൽപ്പീലി ചീര. മയിൽപ്പീലി പോലെയുണ്ട് ഈ ചീരയുടെ ഇലകൾ. ഈ ചീരയെ കൃഷ്ണശ്രീ ചീര എന്നും പറയും. ഇത് പാൽ ചീര. പേര് പോലെ തന്നെ ഈ ചീരയുടെ തണ്ടിന് പാലിന്റെ നിറമാണ്. ഇത് തണ്ട് ചീര. ഇത് ചുവപ്പ് ചീര. ഇലയ്ക്ക് നല്ല വലുപ്പമുണ്ട്, അതുപോലെ തന്നെ തണ്ടിന് നല്ല കനമുണ്ട്. ഈ ചീരയുടെ വെറൈറ്റി ഏതാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ 2-3 ചീര മതിയാവും ഒരു വീട്ടിലത്തേക്ക് കറിക്ക്. ഈ 7 തരം ചീരയും നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടും. അനുഗ്രഹ സീഡ്സ് വേൾഡ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചീരയുടെ വിത്ത് ഫ്രീ ആയി വേണമെങ്കിൽ കമന്റ് ചെയ്യുക. വിത്ത് ആകുന്ന മുറയ്ക്ക് ഞാൻ അയച്ചു തരുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ ഇളക്കി നടാൻ പാകമായി. ഇത് ഇളക്കി നടുന്നതും വളപ്രയോഗവും എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൃഷി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്